കണ്ടട മോനെ കണ്ടട. അങ്ങനെ മലയാളികൾ കാത്തിരുന്ന ദിവസാണ് വന്നിട്ടുള്ളത്. സിനിമ കണ്ടു. സിനിമ എന്ന് പറഞ്ഞാൽ ഗംഭീര സിനിമ. മലയാളികൾ ഇന്ന് വരെ കാണാത്ത രീതിയിൽ ഒരു ഗംഭീര പെർഫോമൻസ്. എന്റെ പൊന്നാര കോക്കണ്ണ, അപരാധം കാട്ടപരാധം എന്ന് പറഞ്ഞിട്ട് വരാൻ നിൽക്കണ്ട. ഫാൻസേര് കയറി കയറ്റും. ആ ലെവൽക്ക് ഇത് എന്ത് ചെയ്യണ്ട. അപരാധം കാട്ടപരാധം അങ്ങനെ തേങ്ങ മാങ്ങ ചപ്പ് ചവറൊന്നും പറഞ്ഞിട്ട് വരാൻ നിൽക്കണ്ട. ഫാൻസേര് കയറി കയറ്റും. അപ്പൊ അതുകൊണ്ട് പറയണം, എന്താ പടം. മലയാള സിനിമ മേഖലയിൽ അല്ലെങ്കിൽ മലയാള സിനിമാ ലോകത്ത് ഒരു വെറൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൻ വെറൈറ്റി. ഇങ്ങനത്തെ ഒരു ഗംഭീര വെറൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രതീക്ഷിക്കാത്ത ഒരു ഐറ്റംസ് ആണ് ഈ വന്നത്. പാട്രിയറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ, എന്താ പറയാ, ഒരു ഇന്റർനാഷണൽ മൂവി. ഇന്റർനാഷണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഹാ ഇന്റർനാഷണൽ. ആ ലെവലിലേക്കുള്ള മേക്കിങ്. എന്താ റോൾ. ലാലേട്ടന്റെ റോളായാലും മമ്മൂക്കാടെ റോളായി കഴിഞ്ഞാലും ഒന്നിനൊന്നും മെച്ചം എന്ന് പറയില്ലേ. ആ ലെവലിൽ ഗംഭീര പെർഫോമൻസ് ആണ്. വൈബ് പെർഫോമൻസ്. മമ്മൂക്കാടെ റോള് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയേണ്ട ആവശ്യമില്ല. ലാലേട്ടന്റെ റോള് എന്ന് പറഞ്ഞാലും പറയേണ്ട ആവശ്യമില്ല. അത് കണ്ട് ആസ്വദിക്കുക വേണം. അത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് എന്താണ് ഏതാണെന്നും വലിയ പിടി ഉണ്ടാവില്ല. സിനിമ കണ്ട് തന്നെ അതിനെ വിലയിരുത്തും. ആജാതി പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ ആജാതി പെർഫോമൻസ്. അതാണ് പറയുന്നത്. ഇന്റർനാഷണൽ മൂവി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് മക്കളെ. ഇന്റർനാഷണൽ ലെവലിലേക്ക് എത്തി. സംഭവം ഒരു ക്ലാസ് മൂവിയാണ്. എന്താ പെർഫോമൻസ്. 18 വർഷത്തിന് ശേഷം, അതായത് 2020ക്ക് ശേഷം മമ്മൂക്കയും ലാലേട്ടനും ഒരു സ്ക്രീനിൽ ഇങ്ങനെ തെളിയുമ്പോണ്ടല്ലോ, ഒരു സ്ക്രീനിൽ ഇങ്ങനെ പ്രത്യക്ഷപ്പെടുമ്പോൾ ആരാധകർ ആവേശം കൊണ്ട് ഇങ്ങനെ ആർപ്പ് വിളിക്കണം. അതായത് ഒരു തൃശ്ശൂർ പൂരം ഉണ്ടല്ലോ, അത് കണ്ട ഫീൽ എന്നൊക്കെ പറഞ്ഞു. ആജാതി ഐറ്റം. അതായത് തൃശ്ശൂർ പൂരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആനകളുണ്ട്, വെടിക്കെട്ടുണ്ട്, അതുപോലെ തന്നെ കുടമാറ്റം, എല്ലാം ഒത്തിണങ്ങിയ ഒരു ഐറ്റം. എന്താ പറയാ, ഫൈറ്റുകളൊന്നും പറയേണ്ട ആവശ്യമില്ല. ഒരു രക്ഷയില്ലാത്ത ഗംഭീര ഫൈറ്റ് എന്ന് പറഞ്ഞാൽ ഗംഭീര ഫൈറ്റ്. അതാണ് പറഞ്ഞത്, മലയാളത്തിൽ ഇനി ഇങ്ങനത്തെ ഒരു സിനിമ സംഭവിക്കാൻ ചാൻസ് വളരെ കുറവാണെന്ന് പറഞ്ഞ ഒരു സംഭവം ഉണ്ടായിരുന്നു. മലയാള സിനിമയിൽ ഇനി ഇങ്ങനത്തെ ഒരു സംഭവം സംഭവിക്കാൻ സാധ്യത കുറവാണ്. അത് വളരെ സത്യം. എന്താ പറയാ, പെർഫോമൻസിന്റെ കാര്യത്തിലും സ്റ്റോറിക്കാണ് പറയുന്നത്. സ്റ്റോറി ഒരു വെറൈറ്റി സ്റ്റോറി നമുക്ക് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഇത് സംഭവിച്ച കഥയല്ല, സംഭവിക്കാനിരിക്കുന്ന കഥയല്ല, ഇത് ഒരിക്കലും സംഭവിക്കാതിരിക്കാനുള്ള കഥയാണ്. സംഭവിക്കാതിരിക്കട്ടെ, ആ ലെവലിലേക്കുള്ള കഥയെന്നൊന്നും നമുക്കൊരിക്കൽ പറയലുണ്ടായി. അപ്പൊ ആ ലെവല് വളരെ കറക്റ്റാണ്. ബിജിഎമ്മിന്റെ കാര്യത്തിലൊന്നും പറയേണ്ട ആവശ്യമില്ല. പൊന്നാര മക്കളെ, ഓ, ഒരു വെറൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് വെറൈറ്റി. അപ്പോൾ മറ്റേ മേക്കപ്പ് ഒക്കെ ഇട്ടിട്ട് മറ്റാളെ പാട്രിയറ്റിന്റെ റിവ്യൂ ചെയ്യാൻ വേണ്ടി വരാൻ വേണ്ടി പോകുന്നുണ്ടാവും. ഇപ്പോൾ മറ്റേത് കോസ്റ്റ്യൂം മേടിക്കാൻ പോയിട്ടുണ്ടാവും കോക്കണ്ണ. അപ്പോൾ പൊന്നാര കോക്കണ്ണ, നിങ്ങൾ കോസ്റ്റ്യൂം ഇട്ടിട്ട് ഇതില് നെഗറ്റീവ് റിവ്യൂ അടിക്കണ്ട. സംഭവം കത്താണ്. തിയേറ്റർ പൂരപ്പറമ്പൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് സാധനം. സംഭവം ഏകദേശം പറയുകയാണെന്ന് വെച്ചെങ്കിൽ ഒരു 200 കോടിയുടെ മുകളിൽ എന്തായാലും സിനിമ കളക്ട് ചെയ്യുമെന്നുള്ള 100% ഉറപ്പാണ്. അതായത് 200 കോടിയുടെ മുകളിൽ സിനിമ എന്തായാലും കളക്ട് ചെയ്യും. അതായത് ആ ലെവലിലേക്കുള്ള പെർഫോമൻസ്, ആ ലെവലിലേക്കുള്ള മേക്കിംഗ്. പിന്നെ മലയാളത്തിന്റെ താരരാജാക്കന്മാരല്ലേ സ്ക്രീനിൽ അഭിനയിക്കുന്നത്. മമ്മൂക്കായാലും ലാലേട്ടനായാലും ഓരോ വേഷങ്ങൾ, അതായത് ഓരോരോ ക്യാരക്ടറുകൾ നമുക്ക് അഭിനയിച്ച് നമ്മളെ വിസ്മയിപ്പിച്ചുകൊണ്ടിരിക്കണം. അമ്പരന്ന് പോകണം അവർ അഭിനയം കണ്ടിട്ട്. അപ്പൊ അതിനെക്കാട്ടി ഒരു മികവുള്ള അല്ലെങ്കിൽ ഒരു അപ്രതീക്ഷിതമായ ക്യാരക്ടറുകൾ, അപ്രതീക്ഷിതമായ റോളുകൾ, ആ റോളുകളാണ് ഇപ്പൊ ഈ പാട്രിയറ്റ് എന്ന് പറഞ്ഞ സിനിമയിൽ കൈകാര്യം ചെയ്തിട്ടുള്ളത്. എന്താ പറയുക, ഒന്നും എന്നില്ല, ഒരു ലാഗായിട്ടാ അല്ലെങ്കിൽ ഒരു ബോറായിട്ടാ ഒന്നും നമുക്ക് തോന്നില്ല. സംഭവം വെറൈറ്റി ഒന്നിനൊന്ന് മെച്ചം എന്നുള്ള ലെവലിൽ തന്നെയാണ് സിനിമ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. മഹേഷ് നാരായണന് ബിഗ് സല്യൂട്ട്. കാരണം ഒരു ഫ്രെയിമിൽ അല്ലെങ്കിൽ ഒരു സിനിമയിൽ, ഒരു സ്റ്റോറിയിൽ ഈ രണ്ട് ഗംഭീര താരങ്ങൾ, അതായത് തലയെടുപ്പുള്ള ഗജവീരന്മാരെന്നൊക്കെ പറയില്ലേ, ആ ലെവലിലുള്ള രണ്ട് താരങ്ങൾ, ബിഗ് എം എസ് മുക്കൈ ലാലേട്ടൻ.
ആരാണ്? മമ്മൂക്കയും ലാലേട്ടനും. അപ്പൊ അവരെ ഒരു സിനിമയിൽ ഇത്രയും ഗംഭീര പെർഫോമൻസിൽ കൊണ്ടുവരണമെന്ന് വെച്ചെങ്കിൽ ആ സ്റ്റോറി ഒരു തല്ല് പോലും ചളാക്കാതെ അല്ലെങ്കിൽ കുളമാക്കാതെ ഈ ലെവലിലേക്കുള്ള മേക്കിങ്ങിൽ ഇങ്ങനെ കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ മഹേഷ് നാരായണന്റെ കഴിവ് അത് ഗംഭീരമാണ്. അതിന് പ്രത്യേക പ്രശംസ അർഹിക്കുന്നുണ്ട്. ആ ലെവലിലേക്കുള്ള പെർഫോമൻസും ആര് കാഴ്ചവെച്ചിട്ടുണ്ട്? മമ്മൂക്കി ലാലേട്ടൻ. അതിഗംഭീരമായ പെർഫോമൻസ് അവർ കാഴ്ചവെച്ചിട്ടുണ്ട്. സിനിമ അതിഗംഭീരമായിട്ട് തന്നെയാണ് ചിത്രീകരിച്ചിട്ടുള്ളത്. ഒരു രക്ഷയില്ലാത്ത പടം. ക്ലാസ് പടം, ഇന്റർനാഷണൽ മൂവി എന്നൊക്കെ പറയില്ലേ, ആ ലെവലിൽ. മുന്നേ ആരോ പറഞ്ഞിട്ടുണ്ടായിരുന്നു മലയാളത്തിലെ ബാഹുബലിയാണ് ഈ പാട്രിയറ്റ് എന്ന് പറഞ്ഞ പടം. അപ്പൊ ആ ലെവൽ തന്നെയാണ് ഇത്. മലയാളത്തിന്റെ ഒരു പാൻ ഇന്ത്യൻ ചിത്രം. ആ ലെവൽ തന്നെയാണ് സിനിമ. സിനിമ കണ്ടോളി മക്കളെ, കാശ് മുതലാവും. ഗംഭീരമായി ആസ്വദിച്ചോളൂ. ആ ഫാൻസിന്റെ കഥ പറയേണ്ട ആവശ്യമില്ല. ഫാൻസുകാരെ ഇങ്ങനെ ആർത്ത് വിളിക്കാണ്. അതായത് ഇവര് സ്ക്രീനിൽ ഇങ്ങനെ മമ്മൂക്കാനും ലാലേട്ടനെ കാണുന്ന സമയത്തുണ്ടല്ലോ, ചെവിടൊക്കെ അടിച്ചു പോയി. ആ ലെവലിലാണ് ആരാധകർ ഇങ്ങനെ ആർത്ത് വിളികൾ. കാരണം അവര് ആഗ്രഹിച്ച ആ ഒരു സന്ദർഭമാണ്. അപ്പോൾ വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. കോക്കണ്ണ, നീ അപരാധം കാട്ടപരാധം എന്നും പറഞ്ഞിട്ട് പരാധം കണ്ട പിള്ളേര് ഏറി കയറ്റും. അപ്പോൾ വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. പിന്നെ നിങ്ങളുടെ വിലപ്പെട്ട കമന്റുകൾ അറിയിക്കുക. അത് നല്ലതാണെങ്കിൽ ചീത്തയാണെങ്കിലും അറിയിക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പറ്റുമെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.